ഇന്ത്യയുടെ സൈനിക ശക്തിയെ തിരിച്ചറിയാതെ, ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിലുള്ളവരുടെ ശക്തി തിരിച്ചറിയാതെ ഉള്ള നീക്കമായി മാറുന്നു. ആത്മഹത്യാപരമാണോ പാകിസ്ഥാന്റെ നീക്കങ്ങൾ എന്ന സംശയമൊക്കെ അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതീവ ജാഗ്രത, അതീവ ശ്രദ്ധയും പ്രാധാന്യവുമുള്ളതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ബ്രീഫിങ്ങുകൾ. അതുകൊണ്ട് വൈകിട്ട് ഇന്ന് 10 മണിക്ക് ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. പതിവ് വാർത്താ സമ്മേളനം വൈകിട്ടാണ് നടക്കാറ്, 5:30 നടക്കാറുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. 5:45 വിളിച്ചിരുന്ന, വെളുപ്പിനെ രാവിലെ വിളിച്ചിരുന്ന ഈ വാർത്താ സമ്മേളനം 10 മണിയിലേക്ക് മാറ്റിയതിന് പിന്നിൽ ചില പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഇപ്പോഴും ഈ ഇത്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാവാം അങ്ങനെ ഉണ്ടായത്. ഉധംപൂർ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇടമാണ്. ഉധംപൂർ അടക്കം പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങളാണ് അതിർത്തിയിൽ നടക്കുന്നത്. ഈ യാത്രാ വിമാനങ്ങളൊക്കെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ കടുത്ത ആക്രമണം നടത്തുന്നു എന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ ഇതിനെ തുടർന്നാണ് ഈ വ്യോമാതിർത്തി പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യവും പരിഗണിക്കേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാകിസ്ഥാൻ തള്ളുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ സമയമുണ്ട്. ഇത് ഇന്ന് രാവിലെ 3:15 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്തേക്ക് വ്യോമ അതിർത്തി അടയ്ക്കുക, ആ സമയം അത് വളരെ ക്രൂഷ്യലായിട്ട് പരിഗണിക്കണോ? ഈ ഡൽഹിയിലേക്ക് വരെ മിസൈൽ തൊടുക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം അത്തരക്കാര്യങ്ങളോട് ചേർത്ത് വായിക്കണോ? വാർത്താ സമ്മേളനം ഉണ്ടാകുന്നതും സർക്കാർ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈം, അതിലൊരു പ്രഖ്യാപനത്തിന്റെ നിഴലുണ്ടോ, വെളിച്ചമുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്നു. സജിത്ത്, അത് പ്രസക്തമാണ്. കാരണം ഡൽഹി പോലെ രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ സൈനിക നീക്കത്തിന് ഒരുങ്ങുമ്പോൾ ഇത് ഒരു ഇന്ത്യയെ ഭയപ്പെടുത്താനോ ഇന്ത്യക്കെതിരായ വലിയ പ്രഖ്യാപനം നടത്താനോ പാകിസ്ഥാൻ ഇത്തരം സൈനിക നീക്കങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതീവ ജാഗ്രതയോടെ അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകൾക്കപ്പുറത്തേക്ക് കടന്നു കയറിയുള്ള ആക്രമണങ്ങൾ നൽകി ഇന്ത്യയെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്. സമാനമായി പാകിസ്ഥാനും കടന്നു കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സൈനിക നീക്കം, ആ മിസൈൽ അയച്ചുള്ള നീക്കത്തെ ഇന്ത്യ ചെറുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെയാണത്. അപ്പോൾ അത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അടിയന്തരമായി ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണേണ്ട സാഹചര്യം കൂടി ഉണ്ടാവുന്നത്. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ട്. അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളെ ഏതായാലും ഇതിൽ നിർണായകമായിട്ടുള്ള ചില മണിക്കൂറിലേക്ക് കടക്കുന്നത് പാകിസ്ഥാന്റെ ചില നിലപാടുകൾ കൂടി ചേർത്ത് വായിക്കണം. പാകിസ്ഥാൻ ഇന്ന് രാവിലെ 3:15 തൊട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വ്യോമ ഗതാഗതം പൂർണ്ണമായിട്ട് അടച്ചിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ട് അതുപോലും പാകിസ്ഥാൻ ചെയ്തില്ല. പകരം ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിനായി യാത്രാ വിമാനങ്ങളെ മറയാക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളൊരു ഇന്ത്യ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു. നോട്ടീസ് ടു എയർമാൻ വഴി തീരുമാനം അറിയിച്ചു. ഈ ഡ്രോൺ ആക്രമണം നടത്തുന്നു, ഒരു വശത്ത് മിസൈൽ ആക്രമണം നടത്തുന്നു. ഇതിനിടയിൽ വ്യോമ അതിർത്തി തുറന്നുകൊണ്ടുള്ള പാകിസ്ഥാന്റെ നടപടി അത് വലിയ ഭീഷണി രാജ്യാന്തര വ്യോമ ഗതാഗതത്തിന് തന്നെ ഉണ്ടാക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഇന്ത്യ ഉയർത്തിയത്. അതിനെ തുടർന്നാണ് വ്യോമാതിർത്തി അടച്ചത്. പക്ഷേ ഈ രാവിലെ 3:30 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയമാണ് വ്യോമാതിർത്തി അടച്ചിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ സൈന്യം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. ആ വാർത്താ സമ്മേളനമാണ് റദ്ദാക്കിക്കൊണ്ട് അത് വിദേശകാര്യ സെക്രട്ടറി 10 മണിയോടുകൂടി സംസാരിക്കുമെന്ന് പറയുന്നത്. ആ നിർണായക പ്രഖ്യാപനം അതെന്താണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ചില മണിക്കൂറുകളായി പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ മാത്രം ആക്രമണം നടത്തുന്നു എന്ന് പറയുന്ന ഇന്ത്യ എന്താണിപ്പോൾ കാണിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കണമെന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ഭീകരവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിച്ച് അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരുടെ ജീവനുകൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളായി 48 അതിനു മുകളിലും മണിക്കൂറുകളായി പാകിസ്ഥാൻ നടത്തുന്ന ആ ആക്രമണങ്ങൾ ഇന്ത്യയെ നിർബന്ധിതമാക്കുന്നു. ഈ രീതിയിൽ കൊടുത്താൽ മതിയാകില്ല തിരിച്ചടി എന്നുള്ളത്. ഡൽഹിയിലേക്ക് വരെ മിസൈൽ തൊടുക്കുന്ന നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതിരോധം എന്ന നിലപാടിനപ്പുറത്തേക്കുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കുന്നത് പാകിസ്ഥാനാണ്. അതിനുശേഷമാണ്
പാകിസ്ഥാന്റെ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ട് വരുന്നത്. ഇസ്ലാമാബാദിലുണ്ടായി, ലാഹോർ, ഷോർക്കോട്ട്, ചാങ്, റാവൽപിണ്ടി എന്നിവിടങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഷോർക്കോട്ടിലൊക്കെ വ്യോമത്താവളത്തിന് സമീപമൊക്കെ സ്ഫോടനമുണ്ടായി എന്നുള്ളതാണ് വിവരം. അതായത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. റാവൽപിണ്ടി വ്യോമത്താവളത്തിലും ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള കാര്യം സൈന്യം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു ഇത്തരം ചില നീക്കങ്ങളും അതിനെ തുടർന്നുണ്ടാവുന്ന പ്രസ്താവനകളിലൂടെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റു ഒരു വഴിയുമില്ലാതെ ആകുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ തിരിച്ചടിക്കാതെ എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനിടയിലാണ് ഈ അടിയന്തര സാഹചര്യങ്ങൾ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ വ്യോമസേന മാത്രമല്ല നാവിക സേനയെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് കറാച്ചിയിലേക്ക് യുദ്ധക്കപ്പലുകൾ പുറപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ തന്നെ ഉൾപ്പെടുത്തിയ യുദ്ധക്കപ്പലുകളാണ്. അത് ഈ രാജ്യാതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഈ തരത്തിലുള്ള തിരിച്ചടി കൊടുക്കാതെ കഴിയുകയില്ല എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. കറാച്ചി വിമാനത്താവളമടക്കം ഇന്ത്യ ലക്ഷ്യം വിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് വ്യോമസേന മാത്രമല്ല നാവികസേനയും ആ തരത്തിൽ. ഈ സമയത്തും ജമ്മുവിലൊക്കെ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ തുടരുന്ന ഒരു സാഹചര്യം. 100ഓളം ഡ്രോണുകളൊക്കെയാണ് രാത്രിയിൽ ഇന്ത്യ പ്രതിരോധിച്ചത്. അത്രയും നിലം തൊടിയിക്കാതെ, പാക് ഡ്രോണുകളെ നിലം തൊടിയിക്കാതെയുള്ള ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർത്തത്. എത്ര സമയമാണ് സാധാരണക്കാർ നേരെയുള്ള ഈ ആക്രമണത്തെ കവചമായി പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുക? ഇന്ത്യ ഈ തരത്തിൽ പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ മറ്റൊരു വഴിയുമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ കൂടിയാണ്. വീണ്ടും TG സജിത്തിലേക്ക്. സജിത്ത്, ഇപ്പോഴും ഇന്ത്യക്ക് പറയാൻ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ, ജമ്മുവിൽ ഇപ്പോഴും ഡ്രോൺ ആക്രമണം നടക്കുന്നു. സൈനിക താവളത്തിന് നേരെ, വിമാനത്താവളത്തിന് നേരെ, സാധാരണക്കാരുടെ ജീവിത സ്ഥലങ്ങൾക്ക് നേരെ 100ഓളം ഡ്രോണൊക്കെ തകർക്കേണ്ട സ്ഥിതിയിലേക്ക് ഇന്ത്യക്ക് കടക്കേണ്ടി വന്നു ഇന്നലെ ഈ രാത്രി മണിക്കൂറുകളിലെല്ലാം. അതായത് ഈ അതിർത്തിയിലുള്ള ആക്രമണം ഇന്ത്യ ശക്തമാക്കുന്നു, തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പരിപൂർണമായി സ്ഥിരീകരിക്കുകയാണ്. എന്ത് കടുത്ത നടപടി ഉണ്ടായാലും ഇന്ത്യക്ക് അതിൽ ന്യായീകരണമുണ്ട്. അപർണ, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട നീക്കം 12 മണി വരെ അവരുടെ എയർ സ്പേസ് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇതാ നോക്കുമ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ തന്നെ വ്യക്തമാണ് പാകിസ്ഥാന്റെ എയർ സ്പേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഇന്ത്യയുടെ എയർ സ്പേസ് ആണ്. എത്ര വിമാനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നോക്കുക. അതേസമയം പാകിസ്ഥാൻ ഒഴിവാക്കി പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണം താഴെ നോക്കുക. ഇതാ ഇവിടേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ എയർ സ്പേസിൽ നോക്കുമ്പോൾ ഒരേ ഒരു വിമാനം മാത്രമാണ് പാകിസ്ഥാന്റെ എയർ സ്പേസിലുള്ളത്. ആ വിമാനം PY-1A 750 എന്ന വിമാനമാണ്. ഇത് പറക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കുക. പാരീസിൽ നിന്നും ഇസ്ലാമാബാദിലേക്കുള്ള പറക്കലാണിപ്പോൾ അത് നടക്കുന്നത്. ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട് എന്താണ്, ഈ ഫ്ലൈറ്റ് ഏത് എന്നതും ഈ തീരുമാനത്തിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരേ ഒരു ഫ്ലൈറ്റിന് മാത്രം എയർ സ്പേസ് അനുവദിച്ചുകൊണ്ട് എന്ത് നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നോക്കുക, വളരെ വ്യക്തമാണ്. പാകിസ്ഥാന്റെ എയർ സ്പേസിൽ മറ്റൊരു വിമാനങ്ങൾക്കും ഇപ്പോഴില്ല, അനുമതി നൽകിയിട്ടില്ല. ഇന്ന് 12 മണി വരെ മറ്റെല്ലാ വിമാനങ്ങളുടെയും പ്രവേശനം നിഷേധിച്ചുകൊണ്ടാണ് തീരുമാനമുണ്ടാവുന്നത്. 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാൻ എടുക്കുന്ന ഒരു മുൻകരുതലാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രപ്രധാനമായ തീരുമാനത്തിന് വേണ്ടി പാകിസ്ഥാൻ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതായ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, P-1A 750 എന്ന ഈ വിമാനം പാരീസിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് പറക്കുന്ന ഈ വിമാനത്തിന് മാത്രം എയർ സ്പേസ് അനുവദിച്ചുകൊണ്ട് എന്താണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം ആ ഫ്ലൈറ്റിൻ്റെ നമ്പരും ഫ്ലൈറ്റിൻ്റെ ചിത്രവും അടക്കം വളരെ വ്യക്തമാണ്. ഇത് പാകിസ്ഥാൻ വിമാനം തന്നെയാണ്, പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനം തന്നെയാണ്. എന്താണ് ഈ നീക്കം, ഇത് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ എയർ സ്പേസിൽ മറ്റൊരു വിമാനങ്ങളുമില്ല. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ എയർ സ്പേസ് പൂർണ്ണമായും ഒരു വിമാനത്തിന് വേണ്ടി മാത്രം പാതയൊരുക്കി മറ്റെല്ലാം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സമീപത്തുള്ള ഇന്ത്യയുടെ എയർ സ്പേസ് നോക്കൂ, വിമാനങ്ങൾ നിരവധിയുണ്ട്. അതേസമയം ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ നിന്നും വിമാനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം 26 വിമാനത്താവളങ്ങളിൽ ഇന്ത്യ പ്രവർത്തന അനുമതി നിഷേധിച്ചിട്ടുണ്ട്, തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഈ അതിർത്തി മേഖലകളിലെ
എയർ സ്റ്റേഷനുകൾ. അതേസമയം ഇന്ത്യയുടെ മറ്റ് ഇടങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് എയർപോർട്ടുകളിലുമെല്ലാം കൃത്യമായി വിമാന സർവീസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതാ നോക്കൂ, പാകിസ്ഥാൻ ഒഴിവാക്കി പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം പാകിസ്ഥാൻ്റെ എയർ സ്പേസിലേക്ക് വരുമ്പോൾ ഒരു വിമാനങ്ങൾ പോലും നമുക്ക് കാണാനില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ P1A 750 എന്ന വിമാനത്തിന് മാത്രം പറക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പാകിസ്ഥാൻ്റെ നീക്കം എന്താണ് എന്നതാണ് ശ്രദ്ധേയമാവുന്ന കാര്യം. നോക്കൂ, പാരീസിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് പറക്കുന്ന വിമാനമാണിത്. ഈ വിമാനത്തിന് മാത്രം അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഈ തീരുമാനം, ഈ നീക്കം സംഭവിക്കുന്നത്. രണ്ട് സാധ്യതയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ. ഒന്നുകിൽ ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് പാകിസ്ഥാൻ നടത്തുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈനിക നീക്കത്തിന് അവർ ഒരുങ്ങുന്നു എന്ന് വേണം സംശയിക്കാൻ. പാകിസ്ഥാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഈ ഇന്ത്യക്ക് നേരെ ആക്രമണം തുടങ്ങിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലും ആദ്യമാണ്. ആ ഒരു സമയത്ത് കൂടിയാണ് ഈ തരത്തിലുള്ള വ്യോമപാത അടയ്ക്കുന്നത് എന്നുകൂടിയുള്ളത് നിർണായകമാകുന്നുണ്ടോ? അതായത് ഇനി ഞങ്ങൾ ഡയറക്റ്റ് അറ്റാക്ക് തന്നെയാണ്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ, ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ നടത്തിയ പാകിസ്ഥാൻ ഇനി ശക്തമായിട്ടുള്ള മറുപടി നേരിട്ട് നൽകുകയാണ് എന്ന് പറയാൻ മുതിരുന്നു. അപ്പോൾ ഈ പ്രതിരോധം മതിയാവുകയില്ല, അങ്ങനെ കൂടി വിചാരിക്കണോ? ഈ വ്യോമപാതയുടെ ഈ മാപ്പടക്കമുള്ള ഈ വിശകലനങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ സഹിതം അങ്ങനെ കരുതാം. എന്തായാലും അപർണ, ഒരു കാര്യം കൂടി വരുന്നുണ്ട്. 3 ബ്ലാസ്റ്റുകൾ ഉധംപൂരിൽ നിന്നും 3 ബ്ലാസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അത് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന വിവരം കൂടിയുണ്ട്. ഇതിനിടയിൽ അമൃത്സറിൽ നിന്ന് ഒരു പുതിയ അപ്ഡേറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു അപ്ഡേറ്റ് ആണ്. You may hear a short siren now. It means we have received the green signal and we may resume our normal activities. ഒരു പക്ഷേ അവിടെ സാധാരണ രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നതാവാം അമൃത്സർ ജില്ലാ കളക്ടറുടെ ഈ ഒരു കുറിപ്പിലുള്ളത്. ഒരു പക്ഷേ ഗ്രീൻ ഇത് സംബന്ധിച്ച് ഒരു സൈറനിലൂടെ തന്നെ ജനങ്ങൾക്ക് സന്ദേശം കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. നൌഷേറ സെക്ടർ, രജൌരി ഏരിയ, ജമ്മു ഏരിയയിലെല്ലാം വ്യാപകമായ ഷെല്ലിംഗ് ഇപ്പോഴും നടക്കുന്നു എന്ന കാര്യം കൂടി വരുന്നുണ്ട്. പൂഞ്ചിലും വ്യാപകമായ ഷെല്ലിംഗ് നടക്കുന്നു. രാവിലെ വന്ന ചില ദൃശ്യങ്ങളിലടക്കം അവിടുത്തെ ഏറ്റുമുട്ടൽ ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദവും ഒക്കെ പ്രകടമാകുന്ന കാര്യം കൂടി വ്യക്തമായിരുന്നു. അങ്ങനെയെങ്കിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഈ സമയത്ത് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അതായത് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ഷെല്ലിംഗ് ഇപ്പോഴും വ്യാപകമായി തന്നെ നടക്കുന്നു. ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാൻ